ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ രാത്രിയുടെ യാമത്തിലും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു വന്ന ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം ദൈവം ഈ ഓൺലൈനിൽ കൂടി നമുക്ക് ഒരുക്കുന്ന ഈ നല്ല സമയത്തിനായിട്ട് നന്ദി പറയാം. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്ന് അല്പസമയം ഇരിക്കുമ്പോൾ ദൈവമേ എന്നോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിലിരിക്കാം. നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം, ദൈവം തരുന്നത് നിത്യതയെക്കുറിച്ച്, നിത്യജീവനെക്കുറിച്ച് ദൈവം പറയുന്ന വചനങ്ങൾ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഒരുപോലെ ദൈവം പറഞ്ഞിരിക്കുന്ന വചനങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. നിത്യത ലഭിക്കുന്നത് ആർക്കാണ്? എങ്ങനെയുള്ളവർ നിത്യജീവനിലെത്തും? എങ്ങനെയുള്ളവർ നിത്യമരണത്തിലെത്തും? ഇത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ പറഞ്ഞിട്ടുള്ള ചില വചനങ്ങൾ നമുക്ക് എടുത്ത് ചിന്തിക്കാം. അതിനായിട്ട് നമുക്ക് ദാനിയേലിൻ്റെ പുസ്തകം 12-ാം അധ്യായം, ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിൻ്റെ 2-ാം വചനം നമുക്ക് ആദ്യം വായിക്കാം. 12-ാം അധ്യായത്തിൻ്റെ 2-ാം വചനത്തിൽ ഇങ്ങനെ പറയുകയാണ്: നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കായും നിത്യനിന്ദയ്ക്കുമായും ഉണരും. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്ന നക്ഷത്രങ്ങളെപ്പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. നോക്കിക്കേ, അവിടെ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് പഴയ നിയമത്തിലെ ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. ചിലർ നിത്യജീവനായി, അതിൻ്റെ 1-ാമത്തെ വചനം കൂടെ വായിച്ചാൽ, ആ കാലത്ത് നിൻ്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായതു മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലമുണ്ടാകും. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കായും നിന്ദയ്ക്കായും ഉണരും. നോക്കിക്കേ, അവിടെ ആന്ത്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ നിത്യജീവനിലേക്ക് ആര് പ്രവേശിക്കും? ചിലർ നിത്യജീവനായും ചിലർ നിത്യമരണത്തിനായും എഴുന്നേൽക്കുന്നതിനെക്കുറിച്ചാണ് ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നിത്യജീവൻ തരുവാൻ വേണ്ടി യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു. നമ്മളെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത് പാപത്തിൻ്റെ കെടുതിയിൽ നിന്ന് വിടുവിച്ച് നിത്യജീവനിലെത്താനാണ് കർത്താവായ യേശുക്രിസ്തു വന്നത്. ഇവിടെ പറയുന്നത് ചിലർ നിത്യജീവനായും ചിലർ നിത്യനിന്ദയ്ക്കായും എഴുന്നേൽക്കും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മരിച്ചവർ ഉണരുന്ന ഒരു ദിവസമുണ്ട് എന്ന് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ റെഫറൻസായിട്ട് നമുക്ക് വായിക്കുവാൻ കഴിയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വചനം നമ്മൾ വായിച്ചാൽ അതേ വചനം നമുക്ക് ഈ പുതിയ നിയമത്തിലും കാണുവാൻ കഴിയും. 5-ാം അധ്യായത്തിൻ്റെ 28-ൽ ഇങ്ങനെ പറയുകയാണ്: ഇതിങ്കൽ അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്തുവാൻ അവൻ അധികാരവും നൽകിയിരിക്കുന്നു. പിന്നെ പറയുകയാണ്: ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. അപ്പോൾ നോക്കിക്കേ, തിന്മ ചെയ്യുന്നവർക്ക്, തിന്മ എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തെ അറിയാതെ ദൈവവചനപ്രകാരം ജീവിക്കാത്തതാണ് തിന്മ എന്ന് പറയുന്നത്. ദൈവവചനപ്രകാരം നമ്മെ തന്നെ ഒരുക്കാത്തവരെ തിന്മ ചെയ്യുന്നവർ എന്നാണ് ദൈവം തമ്പുരാൻ സംബോധന ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്,
അതിൻ്റെ 28 പിതാവ് വരം നൽകിയിരിക്കുന്നു, അവൻ മനുഷ്യപുത്രനാകിയാൽ ന്യായവിധി നടത്തുവാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു. ആരാണ് മനുഷ്യപുത്രൻ? കർത്താവായ യേശു ക്രിസ്തു. മനുഷ്യനെ ന്യായം വിധിക്കുവാൻ മനുഷ്യനെ പുത്രനെ ദൈവമേൽപ്പിച്ചു എന്നുള്ളതാണ്. അതിനാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ മനുഷ്യനായി ഈ ലോകത്തിൽ അവതരിപ്പിച്ചത്. അപ്പോൾ മനുഷ്യനെ ന്യായം വിധിക്കുവാൻ മനുഷ്യപുത്രനായി ജനിച്ച് ഈ ലോകത്തിൽ 33.5 വർഷക്കാലം ജീവിച്ച യേശു ക്രിസ്തുവിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. കാരണം എന്താണെന്നറിയാമോ? ദൈവം ന്യായം വിധിച്ചാൽ പറയും മനുഷ്യൻ പാപികളാണ്, മനുഷ്യൻ കുറവുള്ളവരാണ്, ദൈവത്തിന് ന്യായം വിധിച്ചാൽ കുറവില്ലാത്ത ദൈവം. അപ്പോൾ അതിനകത്തിൽ ആ മനുഷ്യന് എന്തെങ്കിലും കുറ്റം പറയുവാൻ കാണും. കാരണം ദൈവം വിശുദ്ധനാണ്, മനുഷ്യൻ ഭൂമിയിൽ വസിക്കുന്നു, അവർ പാപം ചെയ്തു പോകും എന്നൊക്കെ ഒരു ന്യായീകരണം കൊടുക്കാൻ ഇടയാകും. അതുകൊണ്ട് ദൈവം എന്താണ് ചെയ്തത്? തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതാണ്. മനുഷ്യനായി അവതരിപ്പിച്ചു. മനുഷ്യനായിട്ട് ഈ ലോകത്തിൽ വിട്ടിട്ട് ഈ ലോകത്തിലെ കഷ്ടതകളും ദുഃഖങ്ങളും ഭാരങ്ങളും എല്ലാം സഹിച്ച് ദൈവരാജ്യത്തിൽ അല്ലെങ്കിൽ നിത്യജീവനിൽ പ്രവേശിക്കുവാൻ തക്കവണ്ണം കർത്താവ് യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളത് നാം മനസ്സിലാക്കണം. ആ യേശു ക്രിസ്തുവിനാണ് ന്യായവിധി നടത്തുവാനുള്ള അധികാരം കൊടുത്തത്. കാരണം യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്ന് പാപമില്ലാതെ ജീവിച്ചു കാണിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പാപമില്ലാത്തവനായി ഈ ലോകത്തിൽ ജീവിച്ചത് യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിന് മനുഷ്യരെ ന്യായം വിധിക്കുവാനുള്ള യോഗ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം യോഗ്യതയില്ലാത്ത ഒരു മനുഷ്യനെ അല്ല ദൈവം ന്യായവിധി ഏൽപ്പിച്ചത് യോഗ്യതയുള്ള ഒരു മനുഷ്യനെയാണ് എന്നുള്ളത് നാം മറന്നുപോകും. മനുഷ്യനായി ജനിച്ച് പാപം ചെയ്യാതെ ഈ ലോകത്തിൽ 33.5 വർഷം ജീവിച്ച് കർത്താവിൻ്റെ നാമത്തിൽ ദൈവനാമത്തിൽ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിച്ച യേശു ക്രിസ്തുവിനെയാണ് മനുഷ്യരെ ന്യായം വിധിക്കുവാനായിട്ട് ദൈവം ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് ഇതിങ്കിൽ ആശ്ചര്യപ്പെടരുത്. അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്തുവാൻ അവന് അധികാരം നൽകിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ടാണ് ന്യായവിധി നടത്തുവാൻ അധികാരം കൊടുത്തത്. ഹല്ലേലൂയ. അതുകൊണ്ട് പിന്നെ അത് താഴോട്ട് പറയാണ്, ഇതിങ്കിൽ ആശ്ചര്യപ്പെടരുത്. കല്ലറകളിലുള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് ഉണരും. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യാനുള്ള നാഴിക വരുന്നു. അപ്പോൾ നാം എല്ലാവരും പുനരുദ്ധരിക്കും എന്നുള്ള ഒരു വചനമാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുനരുത്ഥാനം എല്ലാവർക്കുമുണ്ട്. എന്നാൽ നന്മ ചെയ്തവർക്ക് ജീവൻ ലഭിക്കും. നന്മ ചെയ്തവർ നിത്യജീവനിൽ പ്രവേശിക്കും എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. തിന്മ ചെയ്തവർ ന്യായവിധിയിൽ പ്രവേശിക്കും. അപ്പോൾ നന്മ ചെയ്ത് ജീവിക്കുന്നവർക്ക്, ദൈവവചനം അനുസരിച്ച് ജീവിച്ചവർക്ക് ന്യായവിധി ഇല്ല എന്നുള്ളത് അവിടെ നമുക്ക് തെളിഞ്ഞു വരുന്നുണ്ട്. അവരുടെ ന്യായവിധി ഒഴിഞ്ഞു പോകും. പിന്നെ തിന്മ ചെയ്തവർക്കാണ് ന്യായവിധിയുള്ളത്. ന്യായവിധിക്കായിട്ട് അവർ പുനരുദ്ധരിക്കുമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തിന്മ ചെയ്ത് ജീവിക്കുവാനിടയാകാതെ നന്മ ചെയ്ത് ജീവിച്ചാൽ ന്യായവിധി നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാനിടയായിത്തീരും.
അപ്പോൾ നോക്കിക്കേ, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ ഭക്തന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തതാണ് ഒരു പുനരുത്ഥാനം, ഒരു ന്യായവിധി, ഒരു നിത്യജീവൻ. എല്ലാം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ജനങ്ങൾക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഇനി നോക്കിക്കേ, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 46-ാമത്തെ വചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ ജീവങ്കിലേക്കും പോകും. അതിൻ്റെ 45 കൂടെ നമുക്ക് വായിക്കാം. അവൻ അവരോട്, ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യാത്തിടത്തോളം എല്ലാം എനിക്കാകുന്നു ചെയ്യാത്തത് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന ഉത്തരം അരുളും. ഇവർ നിത്യദണ്ഡനത്തിലേക്ക്, നീതിമാന്മാർ നിത്യജീവങ്കിലേക്കും പോകും എന്ന്. അപ്പം നീതിമാൻ ആരാണ്? കർത്താവിൽ വിശ്വസിക്കുന്ന ഏറ്റവും ചെറിയവരെ പോലും മാനിക്കുന്നവരാണ് നീതിമാന്മാർ. അപ്പോൾ കർത്താവിൽ വിശ്വസിക്കുന്ന, നമുക്കറിയാം ഇന്നത്തെ ലോകത്തിൽ നമ്മൾ നോക്കുമ്പോൾ കർത്താവിൽ വിശ്വസിക്കുന്ന വലിയ പ്രവാചകന്മാരെന്ന് പറയുന്നവരെ, വലിയ വലിയ സ്ഥാനത്ത് പാസ്റ്റർമാരായിട്ടിരിക്കുന്നവരെ, വലിയ വലിയ ആൾക്കാരെ മാനിക്കുന്നവരാണ് ഇന്നത്തെ ജനങ്ങൾ. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ചെറിയവന് മാനിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഒരു ചെറിയവനെ മാനിക്കാത്തവന് നിത്യദണ്ഡനത്തിലേക്ക് പോകും എന്നാണ് ദൈവവചനം അവിടെ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നാം നിത്യദണ്ഡനത്തിലേക്ക് പോകുന്ന വിധത്തിലാണോ നമ്മുടെ ജീവിതം നയിക്കുന്നത് എന്നുകൂടി നമുക്ക് ഇവിടെ ഈ സമയം ചിന്തിക്കേണ്ടത് ആവശ്യമായിട്ടിരിക്കുന്നു. അവിടെ മത്തായിയുടെ സുവിശേഷം 25-ന്റെ 46-ൽ 45-ഉം 46-ഉമാണ് നമ്മൾ വായിച്ചത്. ഒന്നുകൂടെ വായിക്കാം. അവൻ അവരോട്, ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യാത്തിടത്തോളം എല്ലാം എനിക്കാകുന്നു ചെയ്യാഞ്ഞത് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നുത്തരം അരുളും. ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവങ്കിലേക്കും പോകും. അപ്പോൾ ഈ ചെറിയവരിൽ ഒരുത്തന് നാം എന്തെങ്കിലും ചെയ്യാത്തിടത്തോളം കാലം നാം ആരല്ലെന്നവിടെ തെളിയുന്നു, നീതിമാന്മാരല്ല എന്ന് തെളിയുന്നുണ്ട്. അവർക്ക് നാം വേണ്ടുന്നത് ചെയ്യുന്നില്ല എങ്കിൽ ചെയ്യാത്തവർ നിത്യദണ്ഡനത്തിലേക്ക് പോകും എന്ന് ദൈവവചനം നമ്മെ വെളിപ്പെടുത്തുന്നു. അതിൻ്റെ റെഫറൻസായിട്ട് നമുക്ക് ചിന്തിക്കാം. യെശയ്യാ പ്രവചനം 26-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വചനം നമുക്ക് ഒന്ന് നോക്കാം. യെശയ്യാ പ്രവചനം 26-ന്റെ 19. 26-ന്റെ 19 ഇങ്ങനെ പറയുകയാണ്, നിന്റെ മൃതന്മാർ ജീവിക്കും, എൻ്റെ ശവങ്ങൾ എഴുന്നേൽക്കും, പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്നു ഘോഷിപ്പീൻ. നിന്റെ മഞ്ഞ് പ്രഭാതത്തിലെ മഞ്ഞുപോലെ ഇരിക്കുന്നു, ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ. എൻ്റെ ജനമേ, വന്ന് നിന്റെ അറകളിൽ കടന്ന് വാതിലുകളെ അടയ്ക്ക. ക്രോധം കടന്നു പോകുവോളം അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കാം. യഹോവ ഭൂവാസികളെ അവരുടെ അകൃത്യ നിമിത്തം സന്ദർശിപ്പാൻ തൻ്റെ സ്ഥലത്ത് നിന്നിതാ വരുന്നു. ഭൂമി താൻ കുടിച്ച രക്തം ഒക്കെയും വെളിപ്പെടുത്തും. തന്നിലുള്ള ഹതന്മാരെ ഇനി മൂടി വയ്ക്കുകയില്ല. നമ്മൾ എത്ര നമ്മുടെ തെറ്റുകൾ മൂടി വച്ചാലും ഭൂമി വിളിച്ചു പറയും, ഭൂമി നമ്മളെ കാണിച്ചു കൊടുക്കും എന്നാണ്. നാം എത്ര എവിടെ പോയി ഒളിച്ചാലും ഈ ഭൂമിയിലേ നമുക്ക് ഒളിക്കുവാൻ കഴിയുള്ളൂ. ഒളിക്കുമ്പോൾ ഈ ഭൂമി തന്നെ വെളിപ്പെടുത്തും. എന്തുവാ അവിടെ പറഞ്ഞിരിക്കുന്നത്?
അവരുടെ അകൃത്യ നിമിത്തം സന്ദർശിപ്പാൻ തൻ്റെ സ്ഥലത്ത് നിന്ന് ഇതാ വരുന്നു. ഭൂമി താൻ കുടിച്ച രക്തമൊക്കെയും വെളിപ്പെടുത്തും. തന്നിലുള്ള ഹതന്മാരെ ഇനി മൂടിവെക്കുകയില്ല. അപ്പോൾ ഭൂമി ഒളിപ്പിച്ചു വെക്കത്തില്ല എന്നുള്ളതാണ്. നമ്മൾ ഒരിടത്ത് ബൈബിളിൽ വായിക്കുന്നുണ്ട്, മലകളോട് ഞങ്ങളുടെ മേൽ വീഴ് എന്ന് പറയുന്ന ആ കർത്താവിൻ്റെ വരവിൻ നാളിൽ സംഭവിക്കുന്ന കഷ്ടകാലത്തിൻ്റെ സമയത്ത് മനുഷ്യർ പറയും, മലകളോട് പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വീഴാൻ പറയുമ്പോൾ ആ പർവ്വതം നമ്മെ മൂടിക്കളഞ്ഞാലും ഭൂമി നമ്മെ ദൈവസന്നിധി വെളിപ്പെടുത്തി കൊടുക്കുമെന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധി നമുക്ക് ഒളിച്ചിരിക്കാൻ കഴിയില്ല. നമ്മുടെ പ്രവൃത്തികളെ മൂടിക്കളയുവാൻ കഴിയില്ല. നമ്മൾ ചെയ്തത് എന്തെല്ലാം ആണെന്ന് നാം ചവിട്ടിയ പൊടികൾ തന്നെ ദൈവത്തിന് വെളിപ്പെടുത്തും, ദൈവത്തോട് വിളിച്ചു പറയും എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നാം ഒരുക്കാം. നമ്മൾ ദൈവസന്നിധിയിൽ ഒരുക്കി ജീവിക്കുവാൻ ദൈവ ഈ വചനത്തെ നമുക്ക് തരികയാണ്. എഹെസ്കേൽ പ്രവചനം നമ്മൾ വായിക്കുമ്പോൾ 37-ാം അധ്യായത്തിൻ്റെ 12-ലും അതിൻ്റെ റെഫറൻസായിട്ട് നമുക്ക് വായിക്കുവാൻ കഴിയും. അവിടെ പറയുന്നത് 37-12 പറയുകയാണ്, നീ പ്രവചിച്ചവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലാക്കും. ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും. യഹോവയായ ഞാൻ അരുളി ചെയ്തത് നിവർത്തിച്ചുമിരിക്കുന്നു എന്ന് നിങ്ങളറിയും എന്ന് യഹോവയുടെ അരുളപ്പാട്. നോക്കിക്കേ, ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. ദൈവം തൻ്റെ ജനത്തെ ആ സ്വദേശത്തേക്ക് എത്തിച്ച് അവിടെ സന്തോഷിപ്പിക്കുന്ന. നമ്മുടെ സ്വദേശം എവിടെയാണ്? നമ്മൾ പറയും, വെളി രാജ്യത്തുള്ളവർ പറയും കേരളമാണ് ഞങ്ങളുടെ സ്വദേശമെന്ന്. ആ എല്ലാവരുടെയും ചിന്ത എൻ്റെ സ്വദേശത്ത് ഞാൻ എത്തുമെന്നുള്ളത്. നമ്മുടെ സ്വന്തം ദേശം ഏതാണെന്ന് മനസ്സിലാക്കാത്ത ക്രിസ്ത്യാനി ഇന്ന് ഈ ലോകത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, നമ്മൾ ഈ കേരളമായാലും അമേരിക്കയായാലും ഇന്ത്യയുടെ ഏത് കോണിലായാലും ലോകത്തിൻ്റെ ഏത് കോണിലായാലും നമ്മൾ ജീവിക്കുന്നത് പരദേശത്താണ്. നമ്മുടെ സ്വന്തം ദേശം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയാണ്, ദൈവരാജ്യമാണ്. അവിടെ നമ്മൾ നിത്യജീവൻ പ്രാപിച്ച് പ്രവേശിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് നാം മറന്നു പോകരുത്. നമ്മുടെ സ്വദേശത്തേക്ക് നാം എത്തുവാൻ തക്കവണ്ണം നമ്മുടെ ഈ പരദേശത്തെ ജീവിതം നമ്മളെ അതിന് തടസ്സമായി നിൽക്കാനിടയായി തീരാതെ നമ്മൾ നമ്മളെ തന്നെ നിയന്ത്രിച്ച് നമ്മുടെ ജീവിതത്തെ ഒരുക്കുന്നുവെങ്കിൽ, വിശുദ്ധിയുള്ള ജീവിതം നയിക്കുന്നുവെങ്കിൽ, തീർച്ചയായിട്ടും നമ്മുടെ സ്വന്തം ദേശത്ത് നമ്മുടെ കർത്താവ് നമ്മളെ എത്തിക്കും, നമ്മുടെ ദൈവം നമ്മളെ എത്തിക്കും. നമുക്ക് ദൈവത്തോടൊപ്പം വസിക്കുവാനുള്ള യോഗ്യത ദൈവം തരും എന്നുള്ളതാണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ സ്വദേശത്ത് എത്തുവാൻ തക്കവണ്ണമാണോ ജീവിക്കുന്നത് എന്ന് ദൈവം നമ്മളോട് ഇന്ന് ചോദിക്കുകയാണ്. സ്വദേശത്തെത്തുവാനുള്ള യോഗ്യത പ്രാപിക്കുക, ഇതാണ് നമുക്ക് ഇന്ന് ഈ ഭൂമിയിൽ നമുക്ക് ചെയ്യുവാനുള്ളത്. അതിനായിട്ട് നമ്മൾ നമ്മളെ തന്നെ ഒരുക്കാം. അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുമ്പോൾ 24-ാം അധ്യായത്തിൻ്റെ 15-ാം വചനം, ഇരുപത്തിനാലിൻ്റെ 15-ാമത്തെ വചനത്തിൽ പറയുകയാണ്, നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുത്ഥാനമുണ്ടാകും എന്ന്
ഇവർ കാത്തിരിക്കുന്നത് പോലെ ഞാനും ദൈവത്തിൽ ആശ വച്ചിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. ഹല്ലേലൂയ. അവിടെ അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. കാരണം എന്താണെന്ന് നോക്കിയേ, അവിടെ പറയുകയാണ്, നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുത്ഥാനം ഉണ്ടാകുമെന്ന്